റൈസിംഗ് ഹരിയാന. ഹരിയാനയിൽ ആരോഗ്യരംഗത്തിന് കരുത്തായി പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് സൈനി സർക്കാർ. 2256 കോടിയുടെ പദ്ധതികളാണ് ഉദ്ഘാടനത്തിന് ഒരുങ്ങുന്നത്. മെഡിക്കൽ സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുമെന്നും ആരോഗ്യമന്ത്രി ആർത്തി സിംഗ് റാവു പറഞ്ഞു. ആരോഗ്യരംഗത്തെ അടിസ്ഥാന സൗകര്യങ്ങളും സേവനങ്ങളും മെച്ചപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കുകയാണ് സൈനി സർക്കാർ. സർക്കാർ ആശുപത്രികളിലെ ആരോഗ്യ പ്രവർത്തകരുടെ ഒഴിവുകൾ അതിവേഗമാണ് നികത്തുന്നത്. 720 പുതിയ ഡോക്ടർമാരുടെ നിയമനം സർക്കാർ അടുത്തിടെ നടത്തി. പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററുകൾ, സബ് ഹെൽത്ത് സെന്ററുകൾ, സിവിൽ ആശുപത്രികൾ എന്നിവയുൾപ്പെടെ സംസ്ഥാനത്തുടനീളമുള്ള 785 മെഡിക്കൽ കേന്ദ്രങ്ങൾ ഉടൻ നവീകരിക്കും. നിർമ്മാണ നവീകരണ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാൻ പൊതുമരാമത്ത് വകുപ്പുമായി സഹകരിച്ചാണ് ആരോഗ്യ വകുപ്പ് പദ്ധതികൾ നടപ്പിലാക്കുന്നത്. മാതൃ നവജാത ശിശു പരിചരണം നൽകുന്ന ഫസ്റ്റ് റെഫറൽ യൂണിറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കും. 2014 41 FRUകൾ ഉണ്ടായിരുന്നത് ഇപ്പോൾ 87 ആയി വർദ്ധിച്ചു. സ്പെഷ്യലിസ്റ്റ് സേവനങ്ങളുള്ള അധിക FRUകൾക്കുള്ള പദ്ധതികൾ പുരോഗമിക്കുന്നു. സൈനി സർക്കാർ അവതരിപ്പിച്ച ഉജ്ജ്വൽ ദൃഷ്ടി ഹരിയാന അഭിയാന് വൻ സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. അന്ധതാ നിയന്ത്രണത്തിനുള്ള ദേശീയ പദ്ധതിക്ക് കീഴിലാണ് ഉജ്ജ്വൽ ദൃഷ്ടി ക്യാമ്പയിൻ സൈനി സർക്കാർ അവതരിപ്പിച്ചത്. ക്യാമ്പയിന്റെ ഭാഗമായി സ്കൂൾ വിദ്യാർത്ഥികൾക്ക് സൗജന്യ കണ്ണടകൾ വിതരണം ചെയ്യുന്നു. 45 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കും ക്യാമ്പയിൻ പ്രയോജനപ്പെടുത്തുന്നു. രാജ്യത്ത് ആദ്യമായാണ് ഇത്തരമൊരു ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. രാജ്യത്തെ ഏറ്റവും വലിയ ആരോഗ്യ ക്യാമ്പയിൻ കൂടിയാണ് ഉജ്ജ്വൽ ദൃഷ്ടി അഭിയാൻ. सिविल अस्पताल, CHCs और सब डिविजनल अस्पताल के थ्रू हमने आँखों के चश्मे हैं वो बांटे थे लोगों के बीच में, और साथ साथ हमने आई टेस्ट भी करवाए थे और 1,40,000 तक हमने चश्मे बांटे हैं, और साथ साथ 40,000 हम बच्चों के भी टेस्ट करवा रहे हैं, और जहां उनकी भी ज़रूरत पड़े 40,000 हमारे पास उनके लिए भी चश्मे हैं. 22 ജില്ലാ ആശുപത്രികളിലും 50 സബ് ഡിവിഷണൽ ആശുപത്രികളിലും 122 കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററുകളിലുമായി 1,40,000 കണ്ണട വിതരണം ചെയ്യാനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. 14,267 സർക്കാർ സ്കൂളുകളിലെ 21 ലക്ഷം വിദ്യാർത്ഥികൾക്ക് സൗജന്യ നേത്ര പരിശോധന നടത്തും. 40,000-ഓളം വിദ്യാർത്ഥികൾക്ക് സൗജന്യ കണ്ണട ലഭിക്കും. 50 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് സൗജന്യ തിമിര പരിശോധന നടത്തും. ഇതിൽ ആവശ്യമുള്ളവർക്ക് സൗജന്യ ശസ്ത്രക്രിയയും സർക്കാർ ഉറപ്പു നൽകുന്നു. എല്ലാ ജില്ലകളിലുമായി 2,256 കോടി രൂപയുടെ നിരവധി ആരോഗ്യ അടിസ്ഥാന സൗകര്യ പദ്ധതികളാണ് സർക്കാർ നടപ്പിലാക്കാൻ ഒരുങ്ങുന്നത്. വരും മാസത്തിൽ 594 കോടി രൂപയുടെ അധിക പദ്ധതികൾക്കും മുഖ്യമന്ത്രി നായബ് സിംഗ് സൈനി തറക്കല്ലിടും. സംസ്ഥാനത്ത് MBBS സീറ്റുകളുടെ എണ്ണം 2014 700 ആയിരുന്നത് നിലവിൽ 2,185 ആയി ഉയർന്നു. ഭിവാനിയിലും ചർഖി-ദാദ്രിയിലും പുതിയ മെഡിക്കൽ കോളേജുകൾ ഉടൻ സ്ഥാപിക്കും. ഇതോടെ 300 MBBS സീറ്റുകൾ കൂടി വർദ്ധിക്കും. 2014 289 ആയിരുന്ന PG സീറ്റുകളുടെ എണ്ണം 874 ആയി ഉയർന്നു. നഴ്സിംഗ് വിദ്യാഭ്യാസം ശക്തിപ്പെടുത്താൻ 6 സർക്കാർ നഴ്സിംഗ് കോളേജുകളുടെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. റേവാഡിയിലെ കോളേജിന്റെ ഉദ്ഘാടനം നടന്നു കഴിഞ്ഞു. ശേഷിക്കുന്ന 5 കോളേജുകളുടെ നിർമ്മാണം 90% പൂർത്തിയായി. കുരുക്ഷേത്രയിലെ ഫത്തേപൂർ ഗ്രാമത്തിൽ ശ്രീകൃഷ്ണ ആയുഷ് സർവകലാശാല സ്ഥാപിക്കും. 100 ഏക്കറിലാണ് സർവകലാശാല ഉയരുന്നത്. आज के दिन आई वुड से दैट सैनी साहब की सरकार का जो सपना है वो कुरुक्षेत्र की जो यूनिवर्सिटी बनने जा रही है वो है श्री कृष्ण आयुष यूनिवर्सिटी, जो शुरुआत इसकी हुई है 25-26 में 100 एकड़ के प्लॉट में. 63 BAMS സീറ്റുകളും 82 PG സീറ്റുകളും ഉണ്ടാവും. ഫാർമസി ഡിപ്ലോമയ്ക്ക് 63 സീറ്റുകളാണ് സർവകലാശാലയിൽ ഉണ്ടാവുക. റേവാഡിയിലും ജീന്ദിലുമായി ആയുഷ് ഹെർബൽ പാർക്കുകൾ നിർമ്മിക്കും. അംബാലയിലെ ചാന്ദ്പൂരിൽ സർക്കാർ ഹോമിയോ കോളേജും സ്ഥാപിക്കുന്നുണ്ട്. വിപ്ലവകരമായ മാറ്റമാണ് ആരോഗ്യ മേഖലയിൽ സൈനി സർക്കാർ കൊണ്ടുവരുന്നത്. അടുത്ത മാസം 15-ാം തീയതി മുതൽ ജില്ലകളിൽ ഒരു സർക്കാർ ആശുപത്രിയിൽ സൗജന്യ ചികിത്സ നൽകുമെന്ന് മുഖ്യമന്ത്രി നായബ് സിംഗ് സൈനി പ്രഖ്യാപിച്ചിരുന്നു. എല്ലാ രോഗങ്ങൾക്കും ഈ ആശുപത്രിയിൽ തന്നെ ചികിത്സ ഉറപ്പാക്കും. ആയുഷ്മാൻ ഭാരത് പദ്ധതിക്ക് കീഴിലെ എല്ലാ സൗജന്യവും ഇതേ ആശുപത്രിയിൽ ലഭ്യമാക്കുമെന്നും സർക്കാർ ഉറപ്പു നൽകിയിരുന്നു.
എല്ലാ ജില്ലകളിലും മെഡിക്കൽ കോളേജുകൾ ആരംഭിക്കാനാണ് സർക്കാരിന്റെ നീക്കം. സർക്കാർ ആശുപത്രികളിൽ സൗജന്യ ഡയാലിസിസ് എന്ന തെരഞ്ഞെടുപ്പ് വാഗ്ദാനം നടപ്പിലാക്കിയാണ് സൈനി സർക്കാർ ഭരണം ആരംഭിച്ചത് തന്നെ. ജില്ലാ സിവിൽ ആശുപത്രികളിൽ തീവ്രപരിചരണ സേവനങ്ങൾ ആരംഭിക്കാനുള്ള നടപടികളും പുരോഗമിക്കുകയാണ്. 3 ഘട്ടങ്ങളായാണ് ഇത് നടപ്പിലാക്കുക. ഈ മാസം അവസാനത്തോടെ ഗുരുഗ്രാം, റോഹ്തക്, പാനിപ്പത്ത്, അംബാല സിറ്റി, അംബാല കന്റോൺമെന്റ്, കർണാൽ എന്നിവിടങ്ങളിലെ 6 ആശുപത്രികളിൽ ICU സൗകര്യം ഏർപ്പെടുത്തും. സംസ്ഥാനത്തെ ആരോഗ്യരംഗത്ത് പ്രകടമായ പരിവർത്തനം നടപ്പിലാക്കുകയാണ് സൈനി സർക്കാർ. ആരോഗ്യ സുരക്ഷിത ഹരിയാനയെ കെട്ടിപ്പടുക്കുന്നതിനുള്ള സർക്കാർ പ്രതിബദ്ധത കൂടിയാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്.